ഹലോ, നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ പാർട്ടിക്ക് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇത്. അപ്പോൾ സ്റ്റാർട്ടറായിട്ട് ഇടിയപ്പം ഉണ്ടായിരുന്നു, അതുപോലെ പത്തിരി ഉണ്ടായിരുന്നു, അതുപോലെ മെയിൻ കോഴ്സായിട്ട് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഏറ്റവും ലാസ്റ്റാണ് കഴിച്ചത്. ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിച്ചു പോയി കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾ ഒന്ന് രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആകെ ഇടിയപ്പമാണ് സ്റ്റാർട്ടറായിട്ട് കിട്ടിയത്. അപ്പോൾ ആ ഇടിയപ്പവും സ്റ്റൂവും കൂട്ടി ആദ്യം ഒന്ന് കഴിച്ചു നോക്കി. സംഭവം അടിപൊളിയായിരുന്നു. ആ ചൂടും കൂടെ ഉണ്ടായിരുന്ന സംഭവം സെറ്റായനെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ ലാസ്റ്റാണല്ലോ കഴിച്ചത്. അപ്പോൾ പിന്നെ അധികം ചൂടൊന്നും പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഇടിയപ്പവും ചിക്കൻ സ്റ്റൂ ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചിക്കൻ സ്റ്റൂവിൻ്റെ ഗ്രേവിയും അതൊക്കെ കൂടെ കൂട്ടി കുഴച്ച് അതിൽ നിന്നൊരു പീസും എടുത്ത് വെച്ച് ഞാൻ കഴിച്ചു നോക്കി. സംഭവം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ബിരിയാണിയിലേക്ക് പോയത്. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നമ്മുടെ നോർമൽ ലഗോൺ ചിക്കൻ ബിരിയാണി അല്ല, നമ്മുടെ ബ്രോയിലർ ചിക്കൻ്റെ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു പീസും പൊട്ടിച്ച് ആ മസാലയും ആ റൈസും ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിച്ചു നോക്കി. അതും ജസ്റ്റ് ഒരു ആവറേജ് ആയിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഇടിയപ്പവും കറികളും ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടാമത് പോയെടുത്താണ് നിങ്ങൾ ഈ പ്ലേറ്റിൽ കാണുന്നത്. അപ്പോൾ ഞാൻ രണ്ടാമത് പോയപ്പോൾ ചിക്കൻ ചുക്കയും അതുപോലെ വെജിറ്റബിൾ കറിയും ഞാൻ രണ്ടാമതായിട്ട് എടുത്തിരുന്നു. ആദ്യം എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ വെജിറ്റബിൾ കറിയും അതിനകത്ത് ആ ഗ്രീൻ പീസൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പീസായിട്ട് കഴിക്കാൻ കിടന്നൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ചിക്കൻ ചുക്കയുടെ മസാലയും ആ ഇടിയപ്പവും പിന്നെ ചിക്കൻ ചുക്കയ്ക്കകത്തുള്ള ഫ്രൈഡ് പീസ് ചിക്കനാണ് അതിനകത്ത് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു പീസും പൊട്ടിച്ച് ആ ക്യാഷ്നട്ടൊക്കെ അതിനകത്തോട് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചങ്ങോട്ട് കഴിച്ചു. അയ്യോ, ഇപ്പോഴും അത് പറയുമ്പോൾ എൻ്റെ വായിലുള്ള മനോഹരം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അതും കഴിഞ്ഞൊരു ഐസ്ക്രീമും കഴിച്ച് ഇനിയും ഇതുപോലത്തെ പാർട്ടികളിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള അവസരം തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ പരിപാടി ഞാനങ്ങ് ഫിനിഷ് ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.